ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഫൈസ്. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കോമൺ ആയിട്ട് സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ലളിതമായിട്ടുള്ള ഭാഷയിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ചെവിയിൽ പാറ്റയോ പ്രാണികളോ കൊതുകോ ഈച്ചയോ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രാണികൾ കയറിപ്പോവുക. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സന്ദർഭത്തിൽ ഈ പല ചെറിയ പാറ്റകളും പ്രാണികളും ഒക്കെ വളരെ അധികം ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെവിയിലോട്ട് ഒരു പ്രാണി കയറി പോകുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഹരിബറിയാവും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ടെൻഷനായിട്ട് പല തെറ്റായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ചെവിയുടെ ആരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ എന്നുള്ള ഒരു വെപ്രാളത്തിൽ നമ്മൾ വല്ല പ്ലാസ്റ്റിക്കോ കമ്പിയോ ഒക്കെ ഉപയോഗിച്ച് ഇതിനെ എടുക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെവിയിലോട്ട് വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെവിയിലോട്ട് അനാവശ്യമായിട്ടുള്ള പല മരുന്നുകളും ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി? ഈ ചെവിയിലോട്ടൊരു പ്രാണി കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെവിൻ്റെ അകഭാഗത്ത് ഇരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുലമായിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു സ്കിന്നാണ്. അപ്പോൾ ആ തൊലിയിൽ ഈ പ്രാണി ചലിക്കുമ്പോഴാണ് നമുക്ക് ഈ ഇറിറ്റേഷൻ അല്ലെങ്കിൽ വേദന ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി അകത്തോട്ട് പോവുകയാണെങ്കിൽ ചെവിയിൽ ഒരു മെംബ്രെയിൻ, ഒരു പാടയുണ്ട്. ഈ പാടയിൽ സൗണ്ട് ചെന്ന് തട്ടുമ്പോഴാണ് നമുക്ക് കേൾവി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാണികൾ കയറി ചെന്നിട്ട് അതിലോട്ട് മുറിവുകൾ ഉണ്ടാക്കുകയും ആ പാടയിൽ വേദന എടുക്കാനും, അതുപോലെ തന്നെ ഈ പാടയിൽ തട്ടുമ്പോൾ നമുക്ക് ഈ പാടയിൽ ഹോൾ വരെ വരാനായിട്ടുള്ള വളരെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാണിയെ എടുക്കാനായിട്ട് വല്ല പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ അല്ലെങ്കിൽ ഈ ഇരുമ്പ് ലോഹം വെച്ചിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ഈ ചെവി ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഈ പാടയിൽ വീണ്ടും ഇഞ്ചുറി സംഭവിക്കാനും അതിൽ ഹോൾ വീഴാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പാനിക്ക് ആകാണ്ടിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് സംഭവിക്കുമ്പോൾ, കുട്ടികളുടെ ചെവിയിൽ കളിക്കുന്ന സ്ഥലത്ത് വെച്ചോ വീട്ടിൽ വെച്ചിട്ടോ ചെവിയിൽ ഒരു പ്രാണി കയറിയാൽ വെപ്രാളപ്പെടാണ്ട് വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ വളരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏത് ചെവിയിലാണോ, ഇപ്പോൾ ഈ വലത് ചെവിയിൽ ഒരു പ്രാണി കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വലത് വശത്തോട്ട് തിരിഞ്ഞ് കിടക്കുക. അല്ലെങ്കിൽ കുട്ടികളെ ആ ചെവിയിൽ കയറിപ്പോയ വശത്തോട്ട് നമ്മളൊന്ന് ചെരിച്ച് കുറച്ച് സമയത്തേക്ക് കിടത്തുക. അപ്പോൾ ഗ്രാവിറ്റേഷൻ കാരണം ഈ പ്രാണി താഴോട്ട് വന്നിട്ട് അത് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ സംഭവിച്ചിട്ടും പ്രാണി തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാക്സിനായിട്ട് ഉപയോഗിക്കുന്ന, ചെവിയിലെ വാക്സ് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, സോളി വാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഈ മരുന്ന് വീടുകളിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് വീട്ടിലുണ്ടെങ്കിൽ ഒരു 2 തുള്ളി ഈ പറയുന്ന ഏത് ചെവിയിലാണോ പ്രാണി പോയത് ആ ചെവിയിലോട്ട് ഒരു 2 തുള്ളി അല്ലെങ്കിൽ 3 തുള്ളി നമ്മൾ അതിലോട്ട് അത് ഉപയോഗിക്കുക. അപ്പോൾ ഈ പ്രാണി അകത്തിരിക്കുമ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന മരുന്ന് ഉപയോഗിച്ചാൽ ആ പ്രാണി അനങ്ങാണ്ടാവും. അപ്പോൾ അത് അനങ്ങാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇറിറ്റേഷനോ വേദനയോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് വരെ നമുക്കൊരു റിലീവ് കിട്ടും. പിന്നെ ചെയ്യാനുള്ളത്, ഇനിയിപ്പോൾ വീട്ടിൽ ഈ പറയുന്ന വാക്സിന് ഉപയോഗിക്കുന്ന മരുന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നെയ്യ് അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒരു ചെവിയിലോട്ട് ഒരു 2 തുള്ളി മാത്രം ഇറ്റിക്കുക. അത് എന്ത് ഓയിൽ വേണമെങ്കിലും ആവാം, പക്ഷേ പാകം ചെയ്യുന്ന കുക്കിംഗ് ചെയ്യുന്ന ഓയിൽ ആകാത്തതാണ് നല്ലത്. നമ്മൾ സാധാരണയായിട്ട് പാരച്യൂട്ടോ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ ഒരു 2 തുള്ളി ചെവിയിലോട്ട് ഇറ്റിക്കുക. അതും ഈ പറയുന്ന സെയിം കാര്യമാണ് ചെയ്യുക. അതായത് ഈ പ്രാണിയെ അത് പിന്നെ അനങ്ങാൻ സമ്മതിക്കൂല, അതിൽ ഈ പ്രാണി ട്രാപ്പായി പോവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വേദനയിൽ നിന്നും ഇറിറ്റേഷനിൽ നിന്നും റിലീഫ് കിട്ടും. പിന്നെ ഉറപ്പായിട്ടും ഈ ഒരു പ്രശ്നം
വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഉറപ്പായിട്ടും ചെല്ലണം. ഈ ഒരു തുള്ളി നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചെവിയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ വേദന ശരിയായി കഴിഞ്ഞ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട്, പ്രത്യേകിച്ച് ചെവിയിൽ പ്രശ്നമുള്ള ആൾക്കാർ, ചെവിൻ്റെ ഓപ്പറേഷനോ മറ്റെന്തെങ്കിലും പ്രൊസീജിയറോ അല്ലെങ്കിൽ കേൾവി കുറവുള്ള അസുഖമുള്ള ആൾക്കാരാണ്, ഉറപ്പായിട്ടും ഹോസ്പിറ്റലിലോട്ട് ചെല്ലണം. ഒരു ENT വിദഗ്ധ ഡോക്ടറെ കാണുകയും നമ്മൾ ഓട്ടോസ്കോപ്പ് ഉപയോഗിച്ച് ഈ ചെവിയുടെ അകഭാഗം എക്സാമിൻ ചെയ്യുകയും അതിനുള്ള ഒരു പ്രതിവിധി ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മൾ എടുക്കുകയും വേണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറയുന്ന പ്രാണികൾ ചെന്നാൽ വെപ്രാളപ്പെടാണ്ട്, ടെൻഷൻ ആവാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തേത് ആ ഭാഗത്തോട്ട് ചെരിഞ്ഞു കിടക്കുക. രണ്ടാമത്തേത് നമ്മൾ ഈ ഇയർ വാക്സിൻ ഉപയോഗിക്കുന്ന മരുന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേത് നമ്മൾ ഈ വാക്സിൻ ഉപയോഗിക്കുന്ന മരുന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള നെയ്യ്, ഓയിൽ എന്തെങ്കിലും നമ്മുടെ ചെവിയിലോട്ട് ഒഴിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും കുക്കിങ്ങിനായി ഉപയോഗിച്ചതിന് ശേഷമുള്ള ഓയിൽ ഒരിക്കലും ചെവിയിലോട്ട് ഉപയോഗിക്കരുത്. അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ചെവി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. അപ്പോൾ അതിൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.